അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മുടെ ഈ ഗ്രൂപ്പിൽ പരിശുദ്ധമായ റമദാൻ മാസം പ്രമാണിച്ച് എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റമദാനിന്റെ പവിത്രതയെക്കുറിച്ചും അതുപോലെ നോമ്പിനെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രൂപ്പിലൂടെ ഇൽമു സമ്പാദിക്കുന്ന കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിന്റെ ശഫാഅത്ത് നാളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ച റബ്ബ് ഈ സമുദായത്തോട് വിളിച്ചു പറയുന്നു, തീർച്ചയായിട്ടും മുൻ സമുദായക്കാർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. ഒരുപാട് പ്രവാചകന്മാർ ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ സമുദായത്തിന് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ നബി തങ്ങളുടെ സമുദായമായ നമുക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസം, ആ റമദാൻ മാസത്തിൽ ഒരു ഫർള് ചെയ്തു കഴിഞ്ഞാൽ 70 ഫർളിന്റെ കൂലിയും ഒരു സുന്നത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഫർളിന്റെ കൂലിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാസമാണ്. കുല്ലു ഹസനത്തിൻ യഅമലുഹാ ഇബ്നു ആദമ തുളാഅഫു ലഹു മിൻ 10 ഇലാ 700 ളഅഫ്. എല്ലാ നന്മകൾക്കും, മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും 10 നന്മ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 700 ഇരട്ടി പ്രതിഫലം വരെ നൽകുമ്പോൾ നോമ്പ് ഒഴിച്ച് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇല്ല സൗം, നോമ്പൊഴിച്ച്, ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് എന്ന് പടച്ച റബ്ബ് അവിടെ നിന്ന് പറയുകയാണ്. ഈ നോമ്പെന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ ഒരു പരിചയമാണ്. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിനുള്ള, അതിനെ തടഞ്ഞു നിർത്തുന്നതിനുള്ള ഒരു പരിചയമാണ്. അതുപോലെ തന്നെ നോമ്പുകാരൻ 2 സന്തോഷങ്ങളുണ്ട്. ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ സന്തോഷമാണ്. മറ്റൊരു സന്തോഷം നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സന്തോഷമാണ്. ദുനിയാവിലുള്ള സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പുകാരന്റെ ദുനിയാവിലുള്ള സന്തോഷം ഫറഹത്തുൻ ഇൻദൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണെന്ന് ലോകത്തിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ നോമ്പുകാരന് കൊടുക്കുന്ന 2ാമത്തെ സന്തോഷം ഇൻദ ലിഖാഇ റബ്ബിഹി യൗമൽ ഖിയാമ, മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ, ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത മാസമാണ്. മാത്രമല്ല വഹുവ ശഹ്റു സബ്ർ, ഒരുപാട് ക്ഷമിക്കാനും ഉള്ള മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, ക്ഷമയുടെ പ്രതിഫലം എന്ന് പറയുന്നത് സ്വർഗമാണ്. ഈ ലോകത്ത് നമ്മുടെ സ്നേഹിതന്മാർ, അതുപോലെ തന്നെ മനുഷ്യരെല്ലാം, സഹോദരന്മാരെല്ലാം എന്തെങ്കിലുമൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊക്കെ ക്ഷമിക്കണം. അതിന് ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ക്ഷമിച്ചു നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് തരുന്നത് സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.